സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ നന്ദന പ്രകാശ് മേനോൻ്റെ ഗുണ്ടകൾ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുമ്പം നന്ദനാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കണില്ല. ആ സമയത്ത് ഒരു ഗുണ്ട ചോദിക്കുന്നുണ്ട്, സാറ് കുടിക്കുമോയെന്ന്. ഇല്ല, എനിക്കൊന്നും വേണ്ട, എന്നെ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാൽ എന്നും പറഞ്ഞ് ഈ നന്ദൻ ദേഷ്യപ്പെടുമ്പോൾ ഗുണ്ടകൾ പറയുന്നുണ്ട്, സാറിന് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്ത, ഞങ്ങളുടെ ബോസ് സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ, സാറ് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക, 2 ദിവസത്തിനുള്ളിൽ സാറിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന്. അന്നേരം നന്ദൻ പറയുന്നുണ്ട്, എനിക്ക് പ്രകാശിന് അത്ര വിശ്വാസമൊന്നുമില്ല, വേറെ എന്തോ ലക്ഷ്യം കണ്ടുകൊണ്ട് അവൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചേക്കണേ. ഇല്ല സാറേ, അങ്ങനെയൊന്നുമില്ല, സാറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാന്ന് പറയുമ്പം, എന്നെ രക്ഷിക്കാനാണെങ്കിൽ അവിടെ നിന്ന് തന്നെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ എന്നെ ഒരുപാട് മർദ്ദിച്ചില്ലേ, അതെന്തിനാ രക്ഷിക്കാൻ കൊണ്ടുവരുന്നവരെ അങ്ങനെയാണോ ചെയ്യണേന്ന് ചോദിക്കുമ്പം, അതൊക്കെ ഞങ്ങളുടെ ഒരു രീതിയല്ലേ സാറേ എന്ന് ചോദിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ ഈ സിദ്ധാർത്ഥനെയും കൂട്ടിക്കൊണ്ട് മിനിസ്റ്ററെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെടാണ്. വരുന്ന വഴിക്ക് മുരളി പറയുന്നുണ്ട്, ദേവിക നമ്മളിങ്ങനെ നോക്കി നിന്നിട്ടൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല, പോലീസിൻ്റെ അന്വേഷണമൊക്കെ തണുപ്പം പറ്റില്ല, അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ദേവിക എന്നോട് ദേഷ്യപ്പെടരുതെന്ന് പറയുമ്പം, എന്തായാലും പറ മുരളിയേട്ടാന്ന് പറയണം. അങ്ങനെ മുരളി പറയുന്നുണ്ട്, നമുക്ക് ഈ കാര്യം ഏതെങ്കിലും ഒരു കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിച്ചാലോ, അതാവുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ നന്ദനെ കണ്ടുപിടിക്കാൻ പറ്റും, എല്ലാ കൊട്ടേഷൻ ടീമിനെയും അവർക്ക് അറിയാമായിരിക്കുമല്ലോ എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അതൊക്കെ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുകയുള്ളൂ മുരളിയേട്ടാ, നമുക്കിപ്പോൾ നിയമത്തിൻ്റെയും പോലീസിൻ്റെയും സഹായം തേടാനേ പറ്റുള്ളൂ. എന്തായാലും ഞാനും അച്ഛനും ഇന്ന് മിനിസ്റ്ററെ കാണാൻ പോകുന്നുണ്ട്, പിന്നെ മിനിസ്റ്ററെയും കൂട്ടി CMനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറയും. എന്തായാലും CM ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ വഴിക്കും കൂടി ഒന്ന് നോക്കാൻ ദേവിക, എന്തായാലും ദേവിക MLA ആയതുകൊണ്ട് ഈ വഴിക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല, അതൊക്കെ എനിക്ക് വിട്ടുതരാം, ഞാൻ എല്ലാം കൈകാര്യം ചെയ്തോളാം, അങ്ങനെ നമുക്ക് എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടുപിടിക്കാമെന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ മുരളിയേട്ടാ, ഇന്ന് മിനിസ്റ്ററെ കണ്ടു കഴിഞ്ഞാൽ നന്ദുവിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെ കാണാനായിട്ട് CP വരാണ്. CP വന്നതും അരുന്ധതി ചോദിക്കുന്നുണ്ട്, എന്തായി CP, ഞാൻ പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എന്ന് ചോദിക്കുമ്പം, മാഡം, ഇപ്പം ത്യാഗരാജൻ ആസ്പത്രിയിൽ അഡ്മിറ്റാണ്, ത്യാഗരാജന് ഋഷീനെ കാണാതെ ഇതിലൊരു പങ്കുമില്ല എന്ന് പറയുമ്പം, ത്യാഗരാജൻ എന്തിനാ ആസ്പത്രിയിൽ അഡ്മിറ്റ് ആയേക്കണേന്ന് ചോദിക്കുമ്പം, അത് വേറൊന്നുമല്ല, നേരത്തെ അവൻ ചെയ്ത എന്തോ ഒരു കൊട്ടേഷൻ ടീമുകൾ അവന് തിരിച്ച് പണി കൊടുത്തതാണ്, 2-3 മാസമായിട്ട് അവൻ ഹോസ്പിറ്റലിൽ തന്നെ, ഇനിയിപ്പോൾ അതിൽ നിന്ന് അവൻ കരകയറി വരുമെന്നൊന്നും തോന്നണില്ല, എന്തായാലും ഋഷിയുടെ മിസ്സിങ്ങുമായിട്ട് ത്യാഗരാജന് ഒരു ബന്ധമില്ല എന്ന് പറയുമ്പോൾ അരുന്ധതി ചോദിക്കുന്നുണ്ട്, ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പം, ഉറപ്പാണ് മേഡം, ആ കാര്യത്തിലൊരു സംശയവും വേണ്ട, അവനിതിൽ പങ്കില്ല. എന്ന സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഇസബല്ല എങ്ങാനും ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ. അങ്ങനെയൊന്നും ആയിരിക്കില്ല മേഡം എന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഇല്ല CP, എനിക്ക് നല്ല സംശയമുണ്ട്, ഇതിൻ്റെ പിന്നിൽ മിക്കവാറും ഇസബല്ലയും കെവിനും തന്നെയായിരിക്കും, ഈ നന്ദൻ്റെ കേസിൽ ഋഷി കൊല്ലപ്പെട്ടു എന്നാണല്ലോ പറഞ്ഞേക്കണേ, അപ്പോൾ ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇസബല്ലയ്ക്കും കെവിനും പ്രശ്നമാവുമെന്ന് കരുതിയിട്ട് അവർ തന്നെ ഋഷിയെ മാറ്റിയതാണെന്ന് എനിക്ക് സംശയമുണ്ട് CP, എന്തായാലും CP ഇസബല്ലയുടെയും കെവിൻ്റെയും മേൽ ഒരു ശ്രദ്ധ വയ്ക്കണമെന്ന് പറയുമ്പം CP പറയുന്നുണ്ട്, എനിക്ക് തോന്നണത് അങ്ങനെയൊന്നും അല്ല മേഡം, എന്തായാലും ഋഷിമോൻ മാറി നിൽക്കണമായിരിക്കും, ഋഷിമോൻ ഒന്നാമതേ വിദേശത്തേക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് ഋഷിമോൻ എവിടെയെങ്കിലും മാറി നിൽക്കണമായിരിക്കും, അല്ലാതെ ഋഷിമോനെ ആപത്തൊന്നും പറ്റി കാണില്ല എന്ന് എൻ്റെ മനസ്സ് പറയണേന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഇതിനു മുമ്പ് ഋഷിയെ കാണാതായപ്പം എനിക്ക് ഇത്ര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് CP എന്ന് പറയുമ്പം, ഇല്ല മേഡം, എനിക്കങ്ങനെ പേടിയൊന്നും തോന്നണില്ല, ഇതിനു മുമ്പ് ഋഷിയെ കാണാതായിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൻ നമ്മുടെ മുന്നിലേക്ക് വരികയല്ലായിരുന്നോ, അതുപോലെ തന്നെ ഇപ്പോഴും സംഭവിക്കും, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഋഷി നമുക്ക് മുന്നിലേക്ക് തന്നെ വരും മേഡം, അതുകൊണ്ട് മേഡം അതൊന്നും ഓർത്ത് ടെൻഷനാവുണ്ടാന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് CP മറക്കണ്ട, ഇസബല്ലേനെയും കെവിനെയും പ്രത്യേകം ഒന്ന് വാച്ച് ചെയ്യണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രകാശ് മേനോനാണെങ്കിൽ ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പ്രകാശ് മേനോൻ പറയുന്നുണ്ട്, അവൻ്റെ ദിവസം എണ്ണപ്പെട്ട് കഴിഞ്ഞു, അവനെ കുരുതി കഴിക്കേണ്ട ഒരു ദിവസം ഇനി തീരുമാനിച്ചാൽ മതി, അവൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു, ഇപ്പോൾ അവൻ എന്നെ ആത്മാർത്ഥമായി വിശ്വസിച്ചാൽ നിൽക്കണേ, ഞാൻ അവനെ രക്ഷിക്കാൻ ചെന്നേക്കണേ എന്നുള്ള ഒരു വിശ്വാസത്തിൽ അവൻ നിൽക്കണേന്നൊക്കെ ഇങ്ങനെ ആരോടോ പറയുന്നുണ്ട്. അത് ആരോടാണെന്നും ഈ നന്ദനെക്കുറിച്ചാണോ എന്നൊന്നും നമുക്ക് വ്യക്തമാവണില്ല, മിക്കവാറും നന്ദനെക്കുറിച്ച് തന്നെ ആയിരിക്കാം, കാരണം നന്ദനെയാണല്ലോ ഇപ്പോൾ കൊടുന്ന് തടവിൽ താമസിപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, നേരത്തെ മുതലേ നന്ദനോട് ഈ പ്രകാശ് മേനോന് ശത്രുതയുണ്ട് താനും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനെയാണ്. സിദ്ധാർത്ഥൻ റെഡിയായി നിൽക്കുകയാണ്, ദേവികയും പ്രതീക്ഷിച്ച് മിനിസ്റ്ററെ കാണാൻ പോകാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് പ്രഭാവതി വന്നിട്ട്, സിദ്ധു ഇത് എവിടെ പോകാമെന്ന് ചോദിക്കുമ്പം, ഞാൻ മിനിസ്റ്ററെ കാണാൻ പോവാം, ദേവിക വന്നിട്ട് വേണം ഇറങ്ങാമെന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, മിനിസ്റ്ററെ കണ്ടിട്ട് എന്ത് പ്രയോജനം കിട്ടാനാ, എന്തായാലും എനിക്കതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല, ഞാൻ എത്ര ദിവസമായി എൻ്റെ മകനെ കണ്ടിട്ടെന്ന് സിദ്ധുവിനെ അറിയാമോയെന്നും ചോദിച്ച് ഈ സിദ്ധാർത്ഥനോട് നല്ലോണം ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് സിദ്ധാർത്ഥനാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ
പ്രഭാവതി വീണ്ടും വീണ്ടും ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്. എന്നിട്ട് ദേവിക അങ്ങോട്ട് വരുന്നതും പ്രഭാവതിയാണ് ഈ ദേവികയുടെ അടുത്ത് വന്നിട്ട് നല്ലോണം ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്താടി ഉദ്ദേശിച്ചേക്കണേ? എൻ്റെ മകൻ എവിടെ? എൻ്റെ മകനെ എത്രയും പെട്ടെന്ന് എനിക്ക് കണ്ടു കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പം അമ്മ ഒന്ന് സമാധാനപ്പെടുക, അമ്മ വിഷമിക്കൊന്നും വേണ്ട, അധികം വൈകാതെ തന്നെ നന്ദുവിനെ നമ്മൾ കണ്ടെത്തും എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് പറയണത്, അധികം വൈകാതെ കണ്ടെത്തുമെന്ന്. ഇനി നേരത്തെ പോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഒളിവിൽ താമസിപ്പിച്ചേക്കണെയാണോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സൂചനയെങ്കിലും എന്താ, അതോർത്ത് ആശ്വസിച്ചിരിക്കാമല്ലോ എന്ന് പറയുമ്പം അങ്ങനെയൊന്നും അല്ല അമ്മ, ഇപ്പോൾ ശരിക്കും നന്ദുവിനെ കാണാതായേക്കണേ. ഞങ്ങൾ എന്തായാലും മിനിസ്റ്ററെ പോയി കാണട്ടെ, മിനിസ്റ്റർ CM-ആയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നന്ദുവിനെ കണ്ടെത്താനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് പറയുമ്പം ഈ പ്രഭാവതി ആണെങ്കിൽ വീണ്ടും ദേഷ്യപ്പെടുമ്പോൾ സിദ്ധാർത്ഥന് നല്ല ദേഷ്യം വന്നിട്ട് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, പ്രഭേ നീ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് എന്നെ കുറ്റപ്പെടുത്തൽ, എന്തിനാ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണം? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നന്ദനെ കാണാതായത്? ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്. പ്രഭേനെ പോലെ തന്നെ വിഷമവും സങ്കടവും ഞങ്ങൾക്കും ഉണ്ട്. പിന്നെ ദേഷ്യപ്പെടണേ ആരോടാന്ന് വിചാരിച്ച് ദേഷ്യമൊക്കെ ഉള്ളിൽ ഒതുക്കി നിൽക്കുക. പ്രഭയ്ക്ക് പിന്നെ ദേഷ്യപ്പെടാൻ ഞങ്ങളെങ്കിലും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സിദ്ധാർത്ഥൻ ചൂടായത്. ദേവിക പറയുന്നുണ്ട്, വേണ്ടച്ചാ അമ്മയോടൊന്നും പറയണ്ട, എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ എന്ന് പറയുമ്പം നിങ്ങളിപ്പോൾ പോയിട്ടൊന്നും ഒരു കാര്യമില്ല, ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു, നമുക്ക് പത്രസമ്മേളനം വിളിക്കാം, നിങ്ങൾക്ക് സംസാരിക്കാൻ മടിയാണെങ്കിൽ ഞാൻ തന്നെ സംസാരിച്ചോളാം എന്ന് പറയുമ്പോൾ ഈ ദേവിക പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല അമ്മയെന്ന്. അന്നേരം മുരളി അങ്ങോട്ട് പറയുന്നുണ്ട്, ആൻറ്റി ഒന്ന് സമാധാനപ്പെടുക, ഇതുപോലെ ഞാനും ചിന്തിച്ചതാ, അത് ഞാൻ ദേവികയോട് പറയുകയും ചെയ്തു. അപ്പോൾ ദേവിക എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പം എനിക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായി. അതുപോലെ തന്നെ നമ്മളിത് പുറത്തറിയിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നമാവും ആൻറ്റി, അതുകൊണ്ട് നമുക്കിനി വേറെ ഒന്നും ചെയ്യാനില്ല. എന്തായാലും ദേവികയും അങ്കിളും കൂടി ചേർന്ന് മിനിസ്റ്ററെ കാണാൻ പോകുന്നുണ്ടല്ലോ, CM-ആയിട്ട് തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമായിരിക്കും. CM എന്ത് തീരുമാനം എടുക്കാനാ? എത്ര ദിവസമായി എൻ്റെ മോനെ കാണാതായിട്ട്, എന്നിട്ട് ഇതുവരെയും എന്തെങ്കിലും അനുകൂലമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുരളി പറയുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടാണല്ലോ ദേവികയും അങ്കിളും എല്ലാവരും ശ്രമിക്കണേന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, ഇത്രയും ദിവസം ഹരിയേട്ടൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാമെന്ന് പറഞ്ഞു, എന്നിട്ടിപ്പോൾ ഹരിയേട്ടനെ കാണാനും കൂടി ഇല്ല എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, ഹരിയങ്ങളെങ്ങും പോയിട്ടില്ല അമ്മേ, നമ്മളുടെ കൂടെ തന്നെയുണ്ട്, നന്ദുവിൻ്റെ ഓരോരോ കാര്യങ്ങൾക്കായിട്ട് ഹരിയങ്ങൾ ഇങ്ങനെ ഓടി നടക്കുകയാണെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ്, ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കണേ ഇല്ല. ആ സമയത്ത് പ്രകാശ് മേനോൻ അങ്ങോട്ട് വരുന്നുണ്ട്. പ്രകാശ് മേനോൻ വന്നിട്ട്, എന്താ നന്ദ നിനക്ക് എന്താ പറ്റിയത്, നീ എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണേന്ന് ചോദിക്കുമ്പം എനിക്ക് വീട്ടിൽ പോകണം, അല്ലെങ്കിൽ അമ്മയോട് ഫോണിൽ സംസാരിക്കണമെന്ന് പറയുമ്പം അത് രണ്ടും നിനക്ക് അപകടമാണ്, നിന്നെ ഞാൻ പുറത്തേക്കൊന്നും വിടാൻ പോകണില്ല, നിന്നെ ഞാനിവിടെ കൊണ്ടുവന്നത് തന്നെ നിന്നെ രക്ഷപ്പെടുത്താനാ, നിനക്ക് ചുറ്റും നിൻ്റെ മരണം കാത്തിരിക്കണവരാ, അതുകൊണ്ട് നിന്നെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും എന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, എന്നെ ആരെങ്കിലും കൊല്ലുവാണെങ്കിലും കുഴപ്പമില്ല, എനിക്കിവിടുന്ന് പോകണം, എന്നെ എന്തിനാ ഇങ്ങനെ അടച്ചിട്ടേക്കണേന്ന് ചോദിക്കുമ്പം പ്രകാശ് മേനോൻ പറയുന്നുണ്ട്, എന്തായാലും നിനക്ക് ഞാനിപ്പം മിത്രമായിട്ടല്ലേ വന്നേക്കണേ, പണ്ട് നമ്മൾ ഒരുപാട് ശത്രുക്കളായിരുന്നു, പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പം നിന്നെ രക്ഷിക്കാനായിട്ട് അവതരിച്ചതാ ഞാൻ, എന്തായാലും നീ വാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറയുമ്പം എനിക്കൊന്നും വേണ്ടാന്ന് തന്നെ പറയണു. പിന്നീട് പ്രകാശ് മേനോനാണെങ്കിൽ ഗുണ്ടകളോട് എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്കുക, ഞാനും നന്ദനും കഴിക്കാൻ വരാം, എനിക്കാണെങ്കിൽ വിശന്നിട്ട് പാടില്ല, കുറേ സമയമായി വിശപ്പ് സഹിച്ച് ഞാൻ നിൽക്കണു, ഇന്ന് നന്ദൻ്റെ കൂടെ കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നേരം ഞാൻ ഭക്ഷണം കഴിക്കാണ്ടിരുന്നത്. നന്ദൻ വാടാന്നും പറഞ്ഞുകൊണ്ട് നന്ദനെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പ്രകാശ് മേനോൻ കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നൊരു ഇതുമില്ലാതെ അരുന്ധതി ആകെ സമനില തെറ്റിയ പോലെ നടക്കുകയാണ്. എന്നിട്ട് അരുന്ധതി നേരെ ചെല്ലണത് കെവിൻ്റെ വീട്ടിലേക്കാണ്. കെവിൻ്റെ വീട്ടിൽ ചെന്നതും കെവിൻ ഈ അരുന്ധതിനെ കണ്ടിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് എന്താ ആൻറ്റി എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പം ഞാൻ എൻ്റെ മോനെ കാണാൻ വന്നതാന്ന് പറയുന്നു. ആ സമയത്ത് കെവിൻ ചോദിക്കുന്നുണ്ട്, മോനെ കാണാനോ? അതിന് ആൻറ്റി ഇവിടെ വന്നാൽ എങ്ങനെയാണ് ഋഷീനെ കാണണേന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല, എന്തായാലും നിങ്ങളറിയാതെ ഋഷി എങ്ങും പോയിട്ടില്ല, ഋഷിയെ തട്ടിക്കൊണ്ട് വന്നേക്കണത് നിങ്ങൾ തന്നെയാണ്, ഇല്ലെങ്കിൽ നീ അറിയാതെ ഇസബെല്ലയെ തട്ടിക്കൊണ്ട് വന്നേക്കണേ, ഇസബെല്ലെ അറിയാതെ ഋഷിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പം കെവിൻ പറയുന്നുണ്ട്, ഇല്ല ആൻറ്റി ഞങ്ങൾക്ക് അതിലൊരു പങ്കുമില്ല, എനിക്കും ബെല്ലയ്ക്കും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഞങ്ങൾ അന്ന് തൊട്ടേ നന്ദനെയും ഋഷിയെ അന്വേഷിച്ച് നടക്കണേ, ബെല്ലയാണെങ്കിൽ ഇപ്പം ഇവരെ രണ്ടുപേരെ അന്വേഷിച്ച് പോയിരിക്കുക, ഇതുവരെയും ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പം ഈ അരുന്ധതി പറയുന്നുണ്ട്, കെവിൻ എൻ്റെ അടുത്ത് നാടകം കളിക്കുകയൊന്നും വേണ്ട, എന്തായാലും നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഋഷിയെ കരുവാക്കുമായിരുന്നു, അപ്പം നിങ്ങളുടെ കാര്യമൊക്കെ നടന്നു കഴിഞ്ഞപ്പം പിന്നെ ഋഷി ജീവിച്ചിരിക്കണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കാണും, എന്തായാലും ഇസബെല്ലെ അറിയാതെ ഋഷിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഈ അരുന്ധതി വീണ്ടും വീണ്ടും പറയുമ്പോൾ ഇല്ല ആൻറ്റി ഞങ്ങൾക്ക് അതിലൊരു പങ്കുമില്ല, ഞങ്ങളും ഈ ഋഷിയെ നന്ദനെയും തേടി നടക്കാമെന്ന്. അന്നേരം ഈ അരുന്ധതി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കെവിൻ അറിയാതെ ഇസബെല്ല ഋഷിയെ മാറ്റിയതാണെങ്കിലോ എന്ന് ചോദിക്കുമ്പം ഇല്ല ആൻറ്റി ഇസബെല്ല അങ്ങനെ മാറ്റിയെങ്കിൽ ഇതുപോലെ ഋഷിയെ അന്വേഷിച്ച് നടക്കില്ലല്ലോ, ഇപ്പോൾ തന്നെ സമനില തെറ്റിയതുപോലെ ഇസബെല്ല നടക്കണേന്ന് പറയുമ്പം എനിക്കൊന്നും അറിയില്ല, എന്തായാലും എൻ്റെ മകനെ കിട്ടാതെ ഞാനിവിടുന്ന് പോകുമെന്നും കെവിൻ വിചാരിക്കണ്ട, എൻ്റെ മകനെ കിട്ടുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുമെന്നും പറഞ്ഞുകൊണ്ട്
അരുന്ധതിയാണെങ്കിൽ പോകാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, ആൻറ്റി ഇവിടെ നിന്നാലൊന്നും ഋഷിയെ കിട്ടൂല, നമുക്ക് ഋഷിയെക്കുറിച്ച് അന്വേഷിക്കാം ആൻറ്റി എന്ന് പറയുമ്പം, എവിടെ അന്വേഷിക്കാനാ, നിങ്ങൾ തന്നെ ഋഷിയെ കാണാതായതിൻ്റെ പിന്നിൽ, അതെനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും നന്ദനെ കൊടുക്കാൻ നോക്കി, നന്ദനെ ചതിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മകനെ ചതിക്കാനല്ലേ നിങ്ങൾ നോക്കണേന്നും ചോദിച്ച് ഈ അരുന്ധതിയാണ് ഈ ദേഷ്യത്തോടുകൂടി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഋഷിയെയും നന്ദനെയും തട്ടിക്കൊണ്ട് പോയേക്കുന്നത് ആരാന്നുള്ള ഒരു ക്ലൂ പോലും ഇസബല്ലയ്ക്കോ കെവിനോ കിട്ടിയിട്ടില്ല. ഇനി വരുന്ന എപ്പിസോഡുകളിലാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഋഷിയെ തട്ടിക്കൊണ്ട് പോയത് ആരാന്നൊക്കെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.